ബി.ജെ.പി. ബന്ധത്തെക്കുറിച്ച് കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ പറഞ്ഞതെന്ത്? ഉമ്മൻചാണ്ടിയും VM സുധീരനും AK ആന്റണിയും ബി.ജെ.പി. കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ആ ബന്ധത്തിന്റെ നിലപാട് വ്യക്തമാക്കുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം. ഫക്രുദ്ദീൻ, ഇന്നത്തെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത പ്രധാന വിഷയം ബി.ജെ.പി. ബന്ധമാണ്. അത് ചരിത്രമാണ്. ബി.ജെ.പി. കോൺഗ്രസ് ബന്ധമുള്ളത് പ്രതിപക്ഷത്തിന്റെ ആരോപണം അടക്കം വരുമ്പോൾ 1991 ഏറ്റവും നിയറസ്റ്റ് ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ എടുത്താൽ അതിനു മുന്നും കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് ഇത്തരം കൂട്ടുകെട്ടുകളെ കുറിച്ച് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആ വിഷയം ഇന്ന് ഏറ്റവും ശ്രദ്ധേയമാകാൻ കാരണം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവന. കേരളത്തിൽ യഥാർത്ഥത്തിൽ മത്സരം, തെരഞ്ഞെടുപ്പ് രംഗം വളരെ ഉച്ചസ്ഥായിയിലേക്ക് എത്തുമ്പോൾ ആരൊക്കെയാണ് ഫേസ് ടു ഫേസ്? അവിടെ ഉമ്മൻചാണ്ടി വരുമ്പോൾ ഉമ്മൻചാണ്ടിയെ തിരുത്തുന്നു VM സുധീരൻ. അതോടൊപ്പം ഉമ്മൻചാണ്ടിയെ തിരുത്തുന്ന VM സുധീരന് പിന്തുണയുമായി ആര്? AK ആന്റണി. ഈ വിഷയം നമ്മൾ പരിശോധിക്കുമ്പോൾ TG മോഹൻദാസ് അതോടൊപ്പം PM മനോജ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന രണ്ട് ഏറ്റവും ബൗദ്ധിക വ്യക്തിത്വങ്ങളെന്നാണ് ചർച്ചകളിൽ ഇവരെ രണ്ടുപേരെയും വിശേഷിപ്പിക്കുന്നത്. അതോടൊപ്പം പ്രേക്ഷകരിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എന്താണെന്നറിയോ? സുന്ദരമായി ചിരിക്കുന്ന രണ്ടുപേർ. ആ ചിരിയിൽ ഒളിഞ്ഞിരിക്കുന്നത് ആക്കലുകൾ. ഞാനിത് പറയുന്നത് എൻ്റെ അഭിപ്രായമല്ല, നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് കണ്ണാടിക്കിടയിലൂടെ ചിരിക്കുന്ന PM മനോജും കുസൃതി ചിരി കാട്ടുന്ന TG മോഹൻദാസും ഒപ്പം ഡോക്ടർ വേണുമോഹൻ കോൺഗ്രസിൽ നിന്ന് ചരിത്രവും സാക്ഷിയാകുമ്പോൾ ഫക്രുദ്ദീൻ, TG രണ്ട് നിലപാടുകളാണ് വ്യക്തമാക്കുന്നത്. ഞാൻ പറഞ്ഞു താങ്കളുടെ ചിരി, ആ ചിരിയിൽ കുശുമ്പും കുന്നായ്മയുമുണ്ട്. കണ്ണാടിക്കിടയിലൂടെ താഴ്ത്തി ചിരിക്കുന്ന PM മനോജ് അത് വിമർശനത്തിൻ്റെയും അതോടൊപ്പം ആസ്വാദ്യതയുടെയും ചിരിയാണ്. ആ ചിരി താങ്കളുടെ മുഖത്തും PM മനോജിന്റെ മുഖത്തും കാണുമ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു 1991 പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ദയവായി ചിരി മാറരുത് ഈ ഇയർ കേൾക്കുമ്പോൾ TGയുടെ മനസ്സിൽ. അതോടൊപ്പം തന്നെ 1990 നവംബർ 7 ലോക്സഭയിൽ ഒരു വിശ്വാസ വോട്ട് നടന്നിരുന്നു. അന്ന് പ്രധാനമന്ത്രിയായിരുന്നത് VP സിംഗ് ആണ്. 90ന്റെ രാഷ്ട്രീയ പ്രത്യേകതകൾ നമുക്കറിയാം. രാജ്യത്തിന്റെ മതനിരപേക്ഷത, അതിനപ്പുറം ഞാൻ പറയില്ല TG, താങ്കളുടെ ചിരി അതിന് മറുപടിയാകും. PM മനോജും ചിരിക്കുന്നുണ്ട്. PM മനോജിന്റെയും അതോടൊപ്പം TG മോഹൻദാസിന്റെയും രാഷ്ട്രീയ ചിരിയിലേക്കും ഡോക്ടർ വേണുമോഹന്റെയും ഫക്രുദ്ദീന്റെയും നിലപാടിന്റെ ചൂടിലേക്കും ആ രാഷ്ട്രീയ ചൂടിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് പ്രധാന നേതാക്കൾ കോൺഗ്രസ് ബി.ജെ.പി. ബന്ധത്തെക്കുറിച്ച് പറഞ്ഞതെന്ത്? കോൺഗ്രസ് ബി.ജെ.പി. ബന്ധം അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുന്ന രസതന്ത്രം. 3 പ്രധാന നേതാക്കളുടെ വാക്കുകൾ രാഷ്ട്രീയ കേരളം ഇന്ന് ശ്രദ്ധിക്കുകയുണ്ടായി. ആ വാക്കുകളിലേക്ക്. കേരളത്തിൽ ബി.ജെ.പി. ശക്തമായി മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം UDF-ആയിട്ടാണ് മത്സരം. അവിടെ മാർക്സിസ്റ്റ് പാർട്ടി 3-ാം സ്ഥാനത്താണ്. ബി.ജെ.പി. ശക്തമായി മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ ബി.ജെ.പി. ഏതെങ്കിലും തരത്തിൽ ഒരു മുന്നേറ്റത്തിന് കളമൊരുക്കും എന്നും കരുതുന്നില്ല. ഇവിടെ പ്രധാന മത്സരം നടക്കുന്നത് UDF-ഉം LDF-ഉം തമ്മിലാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. ആ മത്സരം മുന്നോട്ട് പോകും. ഇതിനിടയിൽ നുഴഞ്ഞു കയറാൻ അവർ ശ്രമിക്കും. പക്ഷേ അവർക്ക് അങ്ങനെ നുഴഞ്ഞു കയറാൻ കേരളം അവസരം കൊടുക്കില്ല. കേരളത്തിലെ ഇലക്ഷനിൽ ഭരണം കിട്ടാൻ വേണ്ടി മത്സരിക്കുന്നത് UDF-ഉം LDF-ഉം തമ്മിലാണ്. പക്ഷെ എൻ്റെ ആഗ്രഹം ബി.ജെ.പി. ഭരണം കിട്ടാൻ വേണ്ടിയല്ല മത്സരിക്കുന്നതെങ്കിലും ബി.ജെ.പി. കേരള നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുന്നത് പോലും നല്ലതല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. PM മനോജ്, താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് TGയിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം കോൺഗ്രസ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അത് ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞതിനെ എപ്പോഴും ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, താങ്കളെപ്പോലെയുള്ള താങ്കൾ ഒരു പക്ഷത്ത് നിൽക്കുമ്പോഴും ഫക്രുദ്ദീനെ പോലെയൊക്കെയുള്ള നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകർ, ഫക്രുദ്ദീനും ചില നിലപാടുകൾ ചില ഭാഗങ്ങളിൽ ഉണ്ടാകുമെങ്കിലും എപ്പോഴും പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ത് പറയുന്നുവോ അതിനൊന്ന് ഇവിടേക്ക് കൊണ്ടുവരികയാണ്. അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ വേണം നിങ്ങൾ ഊഹിക്കാൻ. ഇത് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. കേരളത്തിലെ പ്രമുഖരായ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും ഓഫ് റെക്കോർഡെങ്കിലും നമ്മുടെ സ്വകാര്യ ചർച്ചകളിൽ പറയുന്ന കാര്യമാണ്. ഞാനതവിടെ അവതരിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്താണോ നിങ്ങളോട് പറയുന്നത് അതിന് നേർ വിപരീതമായിട്ടുള്ളത് നിങ്ങൾ രാഷ്ട്രീയമായി വിലയിരുത്തണം. എന്നിട്ട് ഉദാഹരണങ്ങൾ സഹിതം നിരത്തും. അത് ഏത് കാര്യമായാലും, പണ്ട് കരുണാകരനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായി കഴിഞ്ഞാലും, അന്നത്തെ വിപ്ലവം, അതോടൊപ്പം ഏറ്റവും പുതുതായി നമ്മൾ ബാർ
പൂട്ടലുമായി ബന്ധപ്പെട്ടാണെങ്കിലും ആ നിലപാട് വ്യക്തമാക്കുമ്പോൾ ടി ജി മോഹൻദാസ് കോൺഗ്രസ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ നിലപാട്. അത് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം, അതിൻ്റെ സത്യസന്ധതയെക്കുറിച്ച്. അതിനു മുമ്പ് എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, താങ്കൾക്ക് ഈ പറഞ്ഞതിൽ ആരെയാണ് ഇഷ്ടം? ടി ജി ബി ജെ പിക്കും വിരുദ്ധ നിലപാടുകൾ, അതിൻ്റെ അർത്ഥത്തിലാണ് എൻ്റെ ചോദ്യം. ആരെയാണ് ബി ജെ പി നേതാക്കളിൽ ഇഷ്ടപ്പെടുന്നതും കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നതും? ബി ജെ പി ആരെയും ഇഷ്ടപ്പെടുകയോ കൂടെ കൂട്ടാനോ ഒന്നും ഉദ്ദേശമില്ല. ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുകയല്ലേ, ഇവരാരുമായിട്ടും ഒരു കൂട്ടുമില്ലല്ലോ. ഞാൻ പറയുന്നത് ഈ ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവന ബി ജെ പി മുഖ്യ മത്സരം നടത്തുന്നിടത്ത് യു ഡി എഫ് ആയിട്ടാണ് മത്സരം, എൽ ഡി എഫ് 3-ാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞു. സാധാരണ ഇതിൽ അതിൻ്റെ അർത്ഥം വ്യക്തമാണ്. പക്ഷേ ഇപ്പോൾ പ്രദീപ് ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെച്ചത് ഉമ്മൻചാണ്ടി പറയുന്നത് തിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ഇങ്ങനെ, ഞങ്ങളും ബി ജെ പിയും തമ്മിലാണ് കൂട്ടുകെട്ട്, എൽ ഡി എഫ് 1-ാം സ്ഥാനത്ത് വരും എന്ന് മനസ്സിലാക്കണം. ഇതാണല്ലോ പ്രദീപ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഉമ്മൻചാണ്ടി പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ട് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. എൽ ഡി എഫ് 1-ാം സ്ഥാനത്ത് വരും, ഞങ്ങളും ബി ജെ പിയും തമ്മിൽ കൂട്ടുകെട്ടുമാണ്. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എനിക്കങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല. നേരെ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 നേതാക്കളും പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. കോൺഗ്രസ് 1-ാം സ്ഥാനത്തെത്തും, 2-ാം സ്ഥാനത്ത് ഡയറക്റ്റ് മത്സരമുള്ളിടത്ത് ബി ജെ പി എത്തുമെന്നും അല്ലാത്തിടത്ത് എൽ ഡി എഫ് ആയിരിക്കുമെന്നും ഉമ്മൻചാണ്ടി ഇല്ല, എല്ലാ സ്ഥലത്തും എൽ ഡി എഫ് 2-ാം സ്ഥാനത്ത് എത്തണേ എന്ന് സുധീരൻ പ്രാർത്ഥിക്കുന്നു, ആൻ്റണിയും പ്രാർത്ഥിക്കുന്നു. ഇതല്ലേ നടന്നിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവാത്തത് ഈ 2-ാം സ്ഥാനത്തെ ചൊല്ലി ഇത്ര വലിയ തർക്കം എന്തിനാ? 2-ാം സ്ഥാനത്തിന് വല്ല ട്രോഫി ഉണ്ടോ തിരഞ്ഞെടുപ്പിൽ? തോറ്റാൽ തോറ്റു, പുറത്താണ്. തോറ്റ ആൾ MLA ആയ ചരിത്രമുണ്ടോ? ഇപ്പം 2-ാം സ്ഥാനത്ത് ആര് വന്നാലെന്താ? ഇനി അതിരിക്കട്ടെ, കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കുക. ഉമ്മൻചാണ്ടി ഒരു സിമിലർ പ്രസ്താവനയാണ് അരുവിക്കരയിൽ നടത്തിയത്. അരുവിക്കര റിസൾട്ട് വന്നപ്പോൾ എങ്ങനെയായിരുന്നു? കോൺഗ്രസ് ജയിച്ചു, എൽ ഡി എഫിന് 2-ാം സ്ഥാനം, ബി ജെ പിക്ക് 3-ാം സ്ഥാനം. ഈ അരുവിക്കര കേരളം മൊത്തം ആവർത്തിക്കണം എന്ന് ഉമ്മൻചാണ്ടി എന്ന കോൺഗ്രസ് രാഷ്ട്രീയക്കാരനെ ആഗ്രഹിച്ചാൽ അതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ? കാരണം അവർ ജയിക്കണമെന്നും ബാക്കി 2 പേരും തോൽക്കണമെന്നും. തോൽക്കുന്നവർ 1-ാം സ്ഥാനമോ 2-ാം സ്ഥാനമോ ആയാലെന്താ? അവർ പ്രസക്തിയില്ലല്ലോ, തോറ്റില്ലേ, കഴിഞ്ഞില്ലേ, നിയമസഭയ്ക്ക് പുറത്തല്ലേ. ഇത്ര സിമ്പിളായ കാര്യം ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തിരിച്ചു മനസ്സിലാക്കണം, മറിച്ചിട്ട് ഗുണിക്കണം എന്നൊക്കെ പറയുന്നതിനകത്തെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനതാണ് നേരത്തെ ചിരിക്കാൻ കാര്യം, അല്ലാതെ ഒരു കുശുമ്പും വെച്ചിട്ടല്ല. ഇതിങ്ങനെ വളഞ്ഞു മൂക്കെ പിടിക്കുന്ന പോലെയൊക്കെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ തോറ്റു പോകുകയുള്ളൂ. യെസ് ടി ജി, അത് കേരളത്തിന്റെ രാഷ്ട്രീയ നേതാക്കൾ ഉദാഹരണങ്ങൾ സഹിതം ചൂണ്ടിക്കാണിച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. എനിക്കതിലൊരു പക്ഷവുമില്ല. അത് ഞാൻ ഇവിടെ ആലങ്കാരികമായി കൊണ്ടുവന്നതേ ഉള്ളൂ. PM മനോജ് 2 വെർഷനും കിട്ടിക്കഴിഞ്ഞു. ടി ജി മോഹൻദാസിലൂടെ ബി ജെ പിയും മറ്റ് കോൺഗ്രസ് നേതാക്കളുടെയും വെർഷൻസ്. ടി ജി ആണെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞതാണെങ്കിൽ മുഴുവൻ ഏതോ ഒന്നിലേക്ക് വേണ്ടി ഈ ചർച്ചയെ കൊണ്ടുവരുന്നു അടക്കം ടി ജി പറഞ്ഞും വെക്കുകയാണ്. പക്ഷെ ഞാൻ പറയുന്നു, എനിക്കതിലൊന്നുമില്ല. താങ്കൾ അടക്കമുള്ളവർക്കറിയാം, രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞതിന് ഞാൻ പറഞ്ഞു, ഒരു ചോദ്യ രൂപേണ ഇടുന്നു. അങ്ങനെ ഉണ്ടോ PM മനോജ്? അല്ല, അതിപ്പോൾ പ്രദീപ് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഉമ്മൻചാണ്ടി പറഞ്ഞതിന് അർത്ഥം നേർ വിപരീതമാണ് എന്ന് ഇവിടെ നമ്മളിപ്പോൾ 2 പേര് പറയുന്നത് കേട്ടു. ഒന്ന് AK ആൻ്റണിയാണ്, മറ്റൊന്ന് VM സുധീരനാണ്. അപ്പോൾ പിന്നെ കൈരളി ചാനലിൽ നിന്ന് പ്രദീപ് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. ആ കോൺഗ്രസിൻ്റെ മുതിർന്ന 2 നേതാക്കൾ തന്നെ ഉമ്മൻചാണ്ടി പറഞ്ഞതല്ല ശരി, വേറൊന്നാണ് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ശ്രീ മോഹൻദാസ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, അരുവിക്കര തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടി പറയുന്നത് മത്സരം UDFും BJPയും തമ്മിലാണ്. ഉമ്മൻചാണ്ടി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, അതെന്തിനു വേണ്ടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ BJP എന്ന് പറയുന്ന ഒരു വല്ലാത്ത സാധനമാണ്. കാരണം സാധാരണ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം കൊണ്ടുപോകുന്ന, രാജ്യത്ത് നിലനിൽക്കുന്ന മറ്റ് മതവിഭാഗങ്ങളെയും അതുപോലെ ഇവർക്കെതിരായിട്ടുള്ള അഭിപ്രായമുള്ളവരെയും രാജ്യത്തിന് പുറത്തു പോകണം എന്ന് പറയുന്ന കക്ഷികളാണ് ഇവർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കക്ഷി അധികാരത്തിൽ വരും, അല്ലെങ്കിൽ ജയിക്കും എന്ന ഭീതി സാധാരണ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും. അത്തരം ആളുകൾ ശുദ്ധാത്മാക്കളാണല്ലോ പകുതിയിലധികം ആളുകൾ. അവർ ധരിച്ച് BJP വരാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളിതാ UDFന് ശബരിനാഥിന് വോട്ട് ചെയ്യാമെന്ന്. ആ വോട്ട് ഉമ്മൻചാണ്ടി കരസ്ഥമാക്കി. പിന്നെ ജയിക്കുന്നവർക്ക് വോട്ട് ചെയ്യുന്നവരുണ്ട്. അതായത് BJPയാണ് ജയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകൾ അങ്ങോട്ട് വോട്ട് ചെയ്യും. അങ്ങനെ അതിൻ്റെ ആനുകൂല്യം BJPക്കും കിട്ടി.
ഫലത്തിൽ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥി അരുവിക്കരയിൽ അങ്ങ് ജയിച്ചു പോയി. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത് മത്സരം UDF-ഉം BJP തമ്മിലാണെന്ന്. ഫലം വന്നപ്പോൾ 56,000 വോട്ട് ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥിക്ക്, 46,000 വോട്ട് LDF-ന്, 34,000 വോട്ട് രാജഗോപാലിന്. അതായത് 2-3 സ്ഥാനങ്ങൾ തമ്മിൽ 12,000 വോട്ടിൻ്റെ വ്യത്യാസം. അന്നേരമെങ്കിലും ഉമ്മൻചാണ്ടി പറയണം ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി എന്ന്. ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പോഴിതാ ആലപ്പുഴ പോയിട്ട് വീണ്ടും ഉമ്മൻചാണ്ടി പറയുന്നു പ്രധാന മത്സരം ചില മണ്ഡലങ്ങളിൽ UDF-ഉം BJP-യും തമ്മിലാണെന്ന്. അപ്പോൾ ഇത് ഒരു ചക്ക വീണ് മുയൽ ചത്തു. ഇനിയിപ്പോൾ ഇതാ കേരളത്തിൽ മുഴുവൻ കൂട്ടത്തോടെ ചക്ക വെട്ടിയിട്ട് മുയലിനെ കൊല്ലാനുള്ള പരിപാടിയിലാണ് ഉമ്മൻചാണ്ടി. ശ്രീ TG മോഹൻദാസിൻ്റെ ചിരി വരും. കാരണം ഇതാണല്ലോ BJP-ക്ക് അല്പം നേട്ടം ഉണ്ടാകുന്ന കാര്യമാണല്ലോ. അതുമാത്രമല്ല PP മൂന്നൻ ഇവർ വീണ്ടും പാർട്ടിയിലെടുത്തിട്ടുണ്ട്. ഈ PP മൂന്നൻ BJP-യിൽ നിന്ന് പുറത്ത് പോകേണ്ടി വന്ന സാഹചര്യം എന്താ? 91 വോട്ട് കച്ചവടം. അത് കഴിഞ്ഞ് ഇപ്പോൾ ശിവകുമാറിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഇവിടെ തിരുവനന്തപുരത്ത് ഇവിടെയും വോട്ട് കച്ചവടം നടന്നു. ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് ആളറിയണ്ട. അന്ന് BJP-യുടെ നേതൃത്വം തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ PP മുകുന്ദൻ MS കുമാർ പോലെയുള്ള ആളുകളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് രേഖകളിലെ പുറത്ത് വന്നതാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം മണ്ഡലത്തിൽ ശിവകുമാറുമായി ബന്ധപ്പെട്ട് നടന്ന വോട്ട് കച്ചവടത്തിൻ്റെ കാര്യം പുറത്ത് വന്നിട്ടുണ്ട്. BJP നേതാക്കൾക്കെതിരെ നടപടി വേണമെന്ന് പറഞ്ഞിട്ട് ഇവർ ഈ കച്ചവടക്കാരാണ്. ഉമ്മൻചാണ്ടി കച്ചവടക്കാരാണ്. ഈ കച്ചവടക്കാർ തമ്മിലുള്ളൊരു യോജിപ്പ്, അതിന് ഇങ്ങനൊരു തലം നൽകാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നത്. അതാണ് ഒറ്റയടിക്ക് തന്നെ പൊളിഞ്ഞു പോവുകയും ചെയ്തത്. ഡോക്ടർ വേണുമോഹൻ, നല്ല സുന്ദരമായ ഖദർ ഷർട്ടാണ്. ഈ ഖദർ എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാരുടെ ഒരു ഐഡന്റിറ്റിയാണ്. അവർ പറയുന്നത് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അഭിമാനമാണ്. അത് ചരിത്രാധ്യാപകനാണ് താങ്കൾ, യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ വേണുമോഹൻ. ആ ഖദറൊക്കെ ഇട്ട് അങ്ങനെ സുന്ദരമായിരിക്കുമ്പോഴാണ് PM മനോജ് പറയുന്നതനുസരിച്ചാണെങ്കിൽ TG താങ്കൾ അടക്കമുള്ള ബുദ്ധി കേന്ദ്രങ്ങൾ ഹൈജാക്ക് ചെയ്യുകയാണ്. പുതിയ കാലത്തെ വോട്ട്, അതാണല്ലോ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും പ്രാധാന്യം. ആ ഹൈജാക്കിങ്ങിൽ ഈ ഖദറൊക്കെ ഇനി കേരളത്തിൽ ഉണ്ടാകുമോ? TG മോഹൻദാസ്, ഡോക്ടർ വേണുമോഹൻ, താങ്കൾക്ക് ഭയമുണ്ടോ ഇനിയും ഇങ്ങനെ ഖദറൊക്കെ ഇട്ട് നടക്കും ഞാനെന്നുള്ള ആ ഒരു ആത്മവിശ്വാസം ഈ ചർച്ചയിൽ PM മനോജൊക്കെ പറയുകയും TG മോഹൻദാസ് ഒരു കുന്നായ്മ ചിരിയൊക്കെ ചിരിക്കുമ്പോൾ? അല്ലെ പ്രദീപെ, കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഫൈനൽ വേർഡ് KPCC ആണ്. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും എല്ലാം KPCC-യുടെ ഭാഗമാണ്. ഇത് രൂപവൽക്കരിച്ചത് ഇന്ന് 95 വർഷം കഴിഞ്ഞു. 1920 മുഹമ്മദ് അലി കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡൻ്റായിട്ടിരുന്ന് നാഗപ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇതുപോലെ റീജിയണൽ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് പറഞ്ഞ് 1921 ജനുവരി 30 വന്നത്. അവിടം തൊട്ട് ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത് ഭരണപക്ഷത്തിരുന്ന കാലം വളരെ വിരളമാണ്. അത് തന്നെയല്ല 1931 കോൺഗ്രസ്സുകാരൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുറത്തു ലാത്തിയുടെ പാടുണ്ടായിരിക്കണമെന്ന് സർദാർ വല്ലഭായ് പട്ടേലിന്റെ കറാച്ചി പ്രസംഗം, സമരത്തിന്റെ ചരിത്രം അങ്ങനെ വന്നതാണ്. ഖദറിനൊരു ചരിത്രമുണ്ട്, അതിനെക്കുറിച്ച് പറയാതെ ഞാൻ ഇവിടെ പറഞ്ഞത് ഇന്ന് 3 നേതാക്കളുടെ പ്രസ്താവന നിങ്ങൾ 3 തരത്തിൽ വ്യാഖ്യാനിക്കരുത്. ഇന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 135 മണ്ഡലങ്ങളിൽ LDF-ഉം UDF-ഉം തമ്മിൽ ജീവൻ മരണ പോരാട്ടവും, 4 മണ്ഡലങ്ങളിൽ UDF-ഉം BJP-യും തമ്മിൽ ജീവൻ മരണ പോരാട്ടവും, ഒരു മണ്ഡലത്തിൽ UDF-ഉം ജമാഅത്ത് ഇസ്ലാമിയും തമ്മിലാണ് മത്സരം. UDF-ഉം ജമാഅത്ത് ഇസ്ലാമിയും തമ്മിൽ ഓപ്പോസിറ്റ്. ഇവർ രണ്ട് ആര് ജയിക്കുമെന്ന് എനിക്ക് പ്രവചിക്കാൻ പറ്റില്ല. അപ്പം പറയുന്നത് ഈ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, മഞ്ചേശ്വരം 4 മണ്ഡലങ്ങളിൽ UDF-ഉം NDA-യും തമ്മിൽ BJP-യും തമ്മിൽ മത്സരം നടക്കുമ്പോൾ പട്ടാമ്പിയിൽ ഞങ്ങൾ മത്സരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ മൗസീനാണ് ഞങ്ങളുടെ മുഖ്യ എതിരാളി. ജമാഅത്ത് ഇസ്ലാമിയുടെ വിഘടനവാദിയായ മൗസീനെ ആയിട്ടാണ് ഞങ്ങൾ നേരിടുന്നത്. ബാക്കി 100 അങ്ങനൊന്നും പറയാതെ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. അല്ല, അങ്ങ് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറയാറുണ്ട്. അങ്ങ് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നില്ല. അങ്ങ് അങ്ങനെ പറഞ്ഞതല്ല. ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള മതതീവ്ര സംഘടനയും സംഘപരിവാർ സംഘടനകളെ ഞങ്ങൾ വിഘടനവാദ സംഘടനകളായിട്ടാണ് ഞാൻ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നല്ല പറയുന്നത്. ഞാൻ ചരിത്രമായിട്ട് അതാണെങ്കിൽ നിങ്ങൾ തെളിവ് തരൂ. ഞാൻ ഉമ്മൻചാണ്ടിയൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞില്ലയോ? നിങ്ങൾക്കത് കയറി കൊണ്ടു, നിങ്ങൾക്ക് കയറി കൊണ്ടു. ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയായിട്ടാണ് പട്ടാമ്പി മത്സരിക്കുന്നത്. അതിന്റെ തെളിവ് ചോദിച്ചാൽ അതിലൊരു കോൺസിക്വൻസ് ഉണ്ട്.
പറയാനുണ്ട്. കാരണം എന്തെന്നറിയോ, ബിജെപിയുടെ ഏജന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അല്ല, അതൊക്കെ പറയാം. നിങ്ങൾ വ്യക്തിഹത്യ ചെയ്യാതെ കേരളത്തിലെ UDF പറഞ്ഞത് ഞാൻ ചരിത്രകാരൻ എന്നുള്ള നിലയിലാണ്. ഞാൻ പറഞ്ഞോട്ടെ, അതിലൊരു കാര്യം PM മനോജ് പറയുന്നത് അദ്ദേഹത്തിന്റെ നിലപാട് പാലക്കാട് ജില്ലയിൽ ഞാനൊരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഒരു മിനിറ്റ് പ്രദീപ്, അതായത് കഴിഞ്ഞ ദിവസം കേരളത്തിലുണ്ടായ ഒരു സംഭവമുണ്ട്. മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ DYFI നേതാവ്, ആ DYFI നേതാവ് ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ RSSകാർ എന്താ പറഞ്ഞതറിയോ, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകുന്നു. അതേ നാവ് കടമെടുത്തിട്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ആ ചോദ്യം PM മനോജ് ഉയർത്തുമ്പോൾ എനിക്ക് ഡോക്ടർ വേണുമോഹന്റെ അടുത്ത് നാം ജസ്റ്റ് എനിക്ക് പറയാനുള്ളത്, കാരണം ഞാൻ പഠിക്കുക അത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഇവിടെ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഭരണഘടനയാണ്. കാരണം PM മനോജ് പറയുന്നത് ഒരു സ്ഥാനാർത്ഥിയെ വിഘടനവാദി ഞാൻ മറ്റൊന്ന് കേൾക്കൂ, ബഹളം വയ്ക്കാതെ, താങ്കൾ ഒരു അധ്യാപകനാണ്, ദയവായി കേൾക്കൂ. PM മനോജ് പറയുന്നത് ഞാൻ അത്രയും മാത്രമേ എടുക്കുള്ളൂ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തോ ആകട്ടെ, ജമാഅത്തെ ഇസ്ലാമി വിഘടനവാദിയാണോ അല്ലയോ എന്നുള്ളതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. പറയുന്നത് കേൾക്കൂ, ബഹളം ഉണ്ടാക്കരുത് ചർച്ചയിൽ. താങ്കൾ പറയുന്നത് കേൾക്കൂ. താങ്കൾ പറയുന്ന സമയത്ത് താങ്കൾ വളരെ ശക്തമായും വളരെ വ്യക്തമായും ഉത്തരം പറഞ്ഞോളൂ. ബഹളമല്ല ആ ചർച്ചയുടെ. ഞാൻ പറയുന്നത് ജസ്റ്റ് കേട്ടിട്ട് അതിന് താങ്കൾക്കും PM മനോജിനും മറുപടി പറയാം. PM മനോജിനെയോ അല്ലെങ്കിൽ TG മോഹൻദാസിനെയോ ഫക്രുദ്ദീനെയോ പക്ഷം പിടിച്ചല്ല പറയുന്നത്. കാരണം അവർ പറയുന്നു അതിന്റെ രാഷ്ട്രീയ വശം, ജമാഅത്തെ ഇസ്ലാമിയുടെയോ സംഘപരിവാർ ശക്തികളുടെയോ രാഷ്ട്രീയ വശം മാറ്റിവെക്കൂ. ഒരു കാൻഡിഡേറ്റ്, ഒരു സ്ഥാനാർത്ഥി, അയാൾ സ്ഥാനാർത്ഥിയാകുന്നത് എപ്പോഴാണ്? അതിൽ സത്യവാങ്മൂലമുണ്ട്. ആ സത്യവാങ്മൂലം ഇന്ത്യയുടെ ഭരണഘടനാപരമായും നിയമപരമായുമുള്ള കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന ഭരണഘടനയാണ്. ഭരണഘടനാ തത്വങ്ങൾ അനുസരിച്ചാണ് അയാൾ സ്ഥാനാർത്ഥിയാകുന്നത്. അതിലടക്കം പറയുന്ന മതേതര മൂല്യങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളുമൊക്കെ ഭരണഘടന അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ ജമാഅത്തയുടെയോ അല്ലെങ്കിൽ ആരുടെയോ ഒരു സ്ഥാനാർത്ഥി ജയിച്ചാലും, ഈ ചർച്ചയിൽ ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ജയിച്ചാലും അവർ ഭരണഘടനാപരമായി അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. താങ്കൾക്ക് അതിൽ തർക്കമുണ്ടോ? തർക്കമുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച മൊത്തം സ്ഥാനാർത്ഥികളും ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച ഒരു സ്ഥാനാർത്ഥിയെ, അയാൾ സ്ഥാനാർത്ഥിയാണ്, അയാളുടെ രാഷ്ട്രീയ അയാൾ വിഘടനവാദിയാകണമെങ്കിൽ, ഇത് ഞാൻ ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ, അയാൾ വിഘടനവാദിയാകാം, പറഞ്ഞോട്ടെ, ദയവായി ബഹളം ഉണ്ടാക്കാതിരിക്കൂ. ആ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ താങ്കൾ പറയൂ, പ്രദീപ് പറഞ്ഞത് ഇന്ന കൊട്ടേഷൻ അനുസരിച്ച് തെറ്റാണ്. അയാൾ വിഘടനവാദിയാകാം. അങ്ങനെ വിഘടനവാദി ആകുന്ന ഒരാൾ ഒരിക്കലും സ്ഥാനാർത്ഥിത്വത്തിൽ എത്തില്ല. കാരണം വിഘടനവാദപരമായ പ്രവർത്തനങ്ങൾ നടത്തിയതിനെ കുറിച്ച് ഈ ലോസ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ നിയമപ്രകാരം അയാൾക്കെതിരെ ഒരു FIR ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരം നിയമ നടപടികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളെ ആ വിഘടനവാദത്തിന്റെ ടേമിൽ ഉൾപ്പെടുത്താൻ കഴിയൂ. അൺലെസ് ആൻഡ് അണ്ടിൽ, നിയമം പറയുന്നതാണ്, ഞാനല്ല. Such a provision is not against a person and an election commission accepted his terms and included in the candidate list. ഇത് എന്റേതല്ല, മാനുവൽ. Included in the candidate list, such and such person is under the provisions of constitution. It is legal. ഇതൊക്കെ പറഞ്ഞിട്ടാണ് സ്ഥാനാർത്ഥിയായി ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ ഒരാളെ നമ്മൾ വിഘടനവാദി എന്ന് താങ്കൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിൽ താങ്കൾ പറയുന്നത് രാഷ്ട്രീയമാണ്. PM മനോജ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ പറയാൻ പാടില്ല. ഞാൻ അതിന്റെ ക്ലോസ് പറഞ്ഞു താങ്കളെടുത്ത് വിത്ത് ഇംഗ്ലീഷ്. അതിലെന്താണോ ആ മാനുവലിൽ പറയുന്നത് അത് താങ്കൾ എതിർക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. ഏത് സ്ഥാനാർത്ഥിയെ വളരെ സന്തോഷം, വളരെ അതിൽ വളരെ സന്തോഷമുണ്ട്. താങ്കൾ തിരുത്തി. PM മനോജ് ചൂണ്ടിക്കാണിച്ചതും ഞാൻ നിയമപരമായി പറഞ്ഞത് അനുസരിച്ച് താങ്കൾ തിരുത്തി. താങ്കൾ സ്ഥാനാർത്ഥിയല്ല വിഘടനവാദി എന്ന് പറഞ്ഞത് അവർ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ ധാരയാണ്. തീർന്നല്ലോ വിഷയം. യെസ് ഫക്രുദ്ദീൻ, ഈ രാഷ്ട്രീയത്തിൽ ഇന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ ആ നിലപാടുകളെ ഏതു തരത്തിൽ കാണും? എനിക്ക് അത് ഉമ്മൻചാണ്ടിയുടെ പ്രസംഗം കേട്ടാൽ വളരെ സന്തോഷം തോന്നി. കാരണം എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിക്ക് പേടി വന്നിരിക്കുന്നു LDF ജയിക്കുമെന്ന്. അരുവിക്കരയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ സോളാ കുംഭകോണൊക്കെ വന്ന് തോൽക്കുമെന്ന് ഉറപ്പായിരുന്നു. ആ സമയത്താണ് ഈ ഒരു കാർഡ് ഇറക്കിയതും മുസ്ലിം മേഖലയിൽ വൻ ഇതിലുള്ള വോട്ടിംഗ് നടക്കി, അത് ഇവർക്ക് അനുകൂലമായി വരികയും ചെയ്തു. അതുപോലെ തന്നെ BJP മേഖലയിലും വന്നു.
അങ്ങനെയാണ് BJP കൂടുതൽ വോട്ട് കിട്ടുന്നത്. ഈ BJP മേഖലയിലും മുസ്ലിം മേഖലയിലും വൻതോതിലുള്ള പോളിംഗ് നടന്നു. ഇപ്പോൾ എന്താ നമ്മൾ കാണുന്നത്, ഇത്രയും കാലം ഉമ്മൻചാണ്ടി വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ ഉൾപ്പെടെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പഴയ കോൺഗ്രസ് ഗവൺമെൻറ്റുകളെ അപേക്ഷിച്ച് കുറച്ച് വികസന പ്രവർത്തനങ്ങൾ, കുറച്ച് തറക്കല്ലിടലും, കുറച്ച് എന്താ പറയുക ചെമ്മണ്ണുകൊണ്ട് റൺവേ ഉണ്ടാക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു നിൽക്കുമ്പോൾ ഇതൊക്കെ കേട്ട സമയത്ത് മൂപ്പർക്ക് വലിയ സന്തോഷമൊക്കെ തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഓരോ മനോജേട്ടനെ പോലുള്ള ആളുകൾ കണ്ണൂർ റെയിൽവേ വിമാനത്താവളത്തിന്റെ കാര്യങ്ങളൊക്കെ വാട്സാപ്പിലൊക്കെ ഇട്ട സമയത്ത് പേടിയുണ്ട്. പിന്നെ കേരളത്തിൽ ഓൾറെഡി നടന്നിട്ടുള്ള 3 സർവേകൾ LDF എഡ്ജ് പറയുന്നു. അതിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വൻതോതിൽ 49% മുസ്ലിംസ് LDF അനുകൂലമായി ചിന്തിക്കുന്നു. അതുപോലെ തന്നെ യൂത്ത്, എനിക്കങ്ങനെ ഈ സാമുദായിക കക്ഷികൾ അങ്ങനെ ചിന്തിക്കുന്നത് എനിക്കിഷ്ടമല്ല, കാരണം അവർക്ക് വേറെ പണിയില്ലേ, സമുദായ അടിസ്ഥാനത്തിലല്ലോ ഇലക്ഷനെ കണ്ടത്. പിന്നെ 2 യൂത്ത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പൊതുവെ മനസ്സിലാക്കിയത് ഇപ്പം യൂത്ത് പൊതുവെ കമ്മ്യൂണൽ സംഘടനകളെ ആകർഷ്ടമാവുന്നു. അപ്പോൾ പക്ഷേ സർവേ പറയുന്നത് 49% യൂത്ത് LDFന്റെ കൂടെയൊക്കെ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അങ്ങ് പേടി വന്നിട്ട്, ആ പേടി വന്നാൽ മറ്റേ കാർഡ് ഇതൊക്കെയാണ്, ഒരു ചക്ക വീണപ്പോൾ ഒരു മുയലൊക്കെ ചാവും, എല്ലാ സമയത്തും മുയൽ ചാവും, അതാണ് സംഭവിക്കാൻ പോകുന്നത്. യെസ്, TG മോഹൻദാസ്, ഇനി നമ്മൾ ഓരോ പോയിന്റും ഒരു ചർച്ച ഫോക്കസ് ആവുമ്പോൾ മറ്റ് ചില കാര്യങ്ങളിലേക്ക് അല്ല പോകേണ്ടത്. നാം തുടങ്ങിയെടുത്തുന്ന എൻ്റെ ചോദ്യം അനുസരിച്ചാണ്. ഇപ്പോൾ നേരത്തെ പ്രതിപക്ഷത്തിന്റെ ആരോപണം അതാണ് PM മനോജിൽ കൂടെ വന്നത്. പക്ഷേ എനിക്ക് താങ്കളോട് സൂചിപ്പിക്കാനുള്ളത് ചില ചരിത്രപരമായ വസ്തുതകളാണ്. അത് വന്നിട്ടുള്ളത് BJP നേതാക്കളിൽ നിന്നാണ്. താങ്കൾക്ക് താങ്കളുടേതായ നിലപാട് സ്വീകരിക്കാം. 1991 ഞാൻ നേരത്തെ പറഞ്ഞു, ഉമ്മൻചാണ്ടി പറയുന്നതിൻ്റെ നേർ വിപരീതമായ കാര്യങ്ങൾ വേണം എടുക്കാൻ എന്നുള്ളത്. അത് എൻ്റെ സ്റ്റേറ്റ്മെന്റ് അല്ല, മാധ്യമ നിരീക്ഷകരുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓർമ്മിപ്പിക്കുമ്പോൾ അതിന് വിമർശനം വരുമ്പോൾ അതിലേക്ക് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി അങ്ങനെ വിലയിരുത്തപ്പെടുന്നത്? 1991 BJP കോൺഗ്രസ് സഖ്യം അലിഗേഷനാണ്, ചരിത്രം രേഖപ്പെടുത്തുന്നു. KG മാരാർ അല്ലേ, PM മനോജ്, ഫക്രുദ്ദീൻ അലി, KG മാരാരുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. തെറ്റുണ്ടെങ്കിൽ താങ്കൾക്ക് തിരുത്താം. പുസ്തകം KG മാരാരുടെ മാരാർജി ഭവനാണ് BJPയുടെ ആസ്ഥാനവും. ആ മാരാർജിയുടെ പുസ്തകത്തിലാണ് ഇത്തരം ചില കാര്യങ്ങൾ വരുന്നത്. മാരാർജിയുടെ പുസ്തകം നിലനിൽക്കുമ്പോൾ തന്നെ ചെറിയാൻ ഫിലിപ്പ് 1990, ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ ഇടതുപക്ഷ സഹയാത്രികനാണ്. പക്ഷേ ചെറിയാൻ ഫിലിപ്പിന്റെ ഈ എഴുത്തിനെ ഞാൻ കാണുന്നത് ഇടതുപക്ഷ സഹയാത്രികൻ എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഒരു വിമർശനത്തോടെയാണ്. 91 PM മനോജിനും എൻ്റെ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ കാലഘട്ടത്തിൽ മരിച്ചതാണ് പറഞ്ഞത്. 91 ചെറിയാൻ ഫിലിപ്പ് ആരായിരുന്നു? ഉമ്മൻചാണ്ടി അടക്കമുള്ള A ഗ്രൂപ്പിന്റെ ഉപജാപകം ആന്റണി ലെഫ്റ്റ്. അത് പറയുന്നതോടൊപ്പം ഞാൻ ജസ്റ്റ് എന്നോട് ക്ഷമിക്കുക, ഞാൻ ആ 91 ചെറിയാൻ ഫിലിപ്പിനെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അന്നത്തെ രാഷ്ട്രീയ ഉപജാപകത്തിന്റെ കേന്ദ്ര സ്ഥാനത്തായിരുന്നു ചെറിയാൻ ഫിലിപ്പ്. അത് ചെറിയാൻ ഫിലിപ്പ് തന്നെ പറയുന്നുണ്ട്. കരുണാകരന്റെ കാര്യത്തിലായാലും എങ്ങനെ ഓരോ കാര്യങ്ങൾ, അതായത് 91 ഇപ്പോഴത്തെ ചെറിയാൻ ഫിലിപ്പിനെ അല്ല നമ്മൾ വിമർശന വിധേയമാക്കുന്നത്. 91 ചെറിയാൻ ഫിലിപ്പ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി കോക്കസിന്റെ രാഷ്ട്രീയ ഉപജാപക കേന്ദ്രങ്ങളിലെ തലത്തൊട്ടപ്പന്മാരിൽ ഒരാൾ. യെസ് TG. അവിടെ ചെറിയാൻ ഫിലിപ്പ് പറയുകയാണ്, മാരാർജിയുടെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. എന്താണ് രാമൻ പിള്ളയുടെ പുസ്തകവും. ആ രാമൻ പിള്ള ഇപ്പോൾ BJPയിലാണ്. അത് അടിസ്ഥാനപ്പെടുത്തുമ്പോൾ തന്നെ എനിക്കിവിടെ വളരെ ക്യൂരിയോസിറ്റി ആയിട്ട് തോന്നുന്ന കാര്യം, 91 ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിന്റെ അകത്തളങ്ങളിൽ കളിച്ച വ്യക്തിയാണ്. ആ മുകുന്ദൻ അടക്കമുള്ളവർ പറയട്ടെ. അല്ല, ഞാനിപ്പോ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ചെറിയാൻ ഇപ്പോഴത്തെ ചെറിയാൻ ഫിലിപ്പിനെ നമ്മൾ വിമർശിക്കുന്നില്ല. അദ്ദേഹം ഇടതുപക്ഷ ധാരയിലുള്ളതാണ്. അത് PM മനോജ് ഇവിടെ ഉണ്ട്. അതിലല്ലേ ഞാൻ പറഞ്ഞല്ലോ, 91 ഓരോ ചരിത്രവും നമ്മൾ അങ്ങനെ അനലൈസ് ചെയ്യണമെന്നാണല്ലോ താങ്കളുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്. ഇനി എനിക്ക് താങ്കളുടെ പിന്നാലെ വന്നാൽ എനിക്ക് TVയിലേക്ക് ഒറ്റ കാര്യമുള്ളൂ. ഈ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഈ ചാരക്കേസ് ശരിയാണോ എന്ന് നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് പിടിക്കാതിരിക്കും. കാരണം താങ്കൾ തന്നെ വിദ്യാർത്ഥികൾ, താങ്കൾ ചരിത്രാധ്യാപകനാണ്, റിസർച്ച് ചെയ്ത ആളാണ്, ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. താങ്കൾ തന്നെ അതാത് ചരിത്രത്തിൽ എപ്പോഴും പറയുന്നത് ഈച്ച് ആൻഡ് എവരി ഹിസ്റ്ററി ഇവന്റ് ഷുഡ് ബി ബാക്കി താങ്കൾക്ക് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ പഠിച്ചത് ഞാൻ ഫില്ല് ചെയ്യും. ഈച്ച് ആൻഡ് എവരി ഹിസ്റ്ററി മൊമെന്റ് ഷുഡ് ബി അനലൈസ്ഡ് ആസ് പെർ ദാറ്റ് മൊമെന്റ്സ്. അതിന്റെ അർത്ഥം മൊമെന്റ്സ് എന്നുള്ളത് ആസ് പെർ ദാറ്റ് ഇയർ തന്നല്ലോ. ഹിസ്റ്ററിയിലെ പരമാർത്ഥമായ സാഹചര്യമാണ് എന്നെ പഠിപ്പിച്ച അധ്യാപകർ. UDF ഒക്കെ വിടൂ. ഹിസ്റ്ററിയുടെ കോട്ടേഷൻ ഞാൻ പറഞ്ഞു. എന്താണ്? ഹിസ്റ്ററി ഷുഡ് ബി അനലൈസ്ഡ് ആസ് അക്കോർഡിംഗ് ടു ദാറ്റ് മൊമെന്റ്, അതായത് ദാറ്റ് ഇയർ. 91 ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസ് ഉപജാപകത്തിന്റെ തലത്തൊട്ടപ്പന്മാരിൽ ഒരാൾ. TG ചെറിയാൻ ഫിലിപ്പ് പറയുകയാണ്, 91 BJP കോൺഗ്രസ് സഖ്യത്തിന്റെ ഉപജ്ഞാതാവ് മറ്റാരുമല്ല
ആര്യാടൻ മുഹമ്മദ്. പഠിക്കുന്ന കാലത്ത് MLA ഹോസ്റ്റലിൽ കരുണാകരനെതിരെയുള്ള എല്ലാ ഉപജാപങ്ങളും എൻ്റെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സുഹൃത്തുക്കൾ പറഞ്ഞറിഞ്ഞിട്ടുണ്ട്. എ എന്നാൽ കോൺഗ്രസ്, എ എന്നാൽ ആന്റണി അല്ല, അത് ആര്യാടൻ മുഹമ്മദാണ്. ആന്റണി എന്റെ സ്റ്റേറ്റ്മെന്റ് ആക്കരുത്, ഇത് കൊട്ടേഷനാണ്. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് സുഹൃത്തുക്കളുടേത്. ആന്റണി ഒരു ശിഖണ്ഡി മാത്രമാണ്. യുദ്ധം നയിക്കുന്ന എയിൽ ഉള്ളത് ആ എ ആന്റണി അല്ല, ആര്യാടൻ മുഹമ്മദാണ്. അന്ന് അവർ പറഞ്ഞതിനെ കോട്ട് ചെയ്യുകയാണ് ചെറിയാൻ ഫിലിപ്പിനെ ഉദ്ധരിച്ചുകൊണ്ട്. 91-ലെ BJP കോൺഗ്രസ് സഖ്യത്തിന്റെ ഉപജ്ഞാതാവ് ആര്യാടൻ മുഹമ്മദാണ്. അന്ന് ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ LDF വൻതോതിൽ മുന്നേറ്റമുണ്ടാക്കിയ സാഹചര്യത്തിൽ RSSുമായി രഹസ്യധാരണ ഉള്ള കാര്യങ്ങൾ 1991-ൽ ഇന്ദിരാഭവനിൽ ചേർന്ന KPCC ഭാരവാഹികളുടെ യോഗത്തിലെടുത്ത തീരുമാനം, അന്നത്തെ സാഹചര്യം, ഇതിലൊക്കെ ആര്യാടൻ അടക്കമെടുത്തിട്ടുള്ള നിലപാടുകൾ, പിന്നെ ഉണ്ടായ കോലീബി സഖ്യം എന്നുള്ളത് എല്ലാവർക്കും ചരിത്രവുമാകുമ്പോൾ അന്ന് അതിന് തലത്തൊട്ടപ്പന്മാരായ ഉമ്മൻചാണ്ടി, ചെറിയാൻ ഫിലിപ്പ്, ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ള A ഗ്രൂപ്പ് നേതാക്കൾ ഇന്ന് ഉമ്മൻചാണ്ടി ഇങ്ങനെ പറയുമ്പോൾ മാധ്യമപ്രവർത്തകരാണെങ്കിലും ചരിത്ര വിദ്യാർത്ഥികളാണെങ്കിലും രാഷ്ട്രീയ ധാരയെ അനലൈസ് ചെയ്യുന്നവരാണെങ്കിലും ഉമ്മൻചാണ്ടി പറഞ്ഞതിന്റെ വിപരീതമുണ്ട് എന്ന് ചിന്തിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? TG മോഹൻദാസ്. എൻ്റെ ദൈവമേ, ഒരു ചോദ്യം ചോദിക്കാൻ പ്രദീപിന് പറ്റിയ എന്തെല്ലാം കുഴപ്പങ്ങളും നോക്കൂ. ഞാനെന്തോ ഈ 91-ലെ തെരഞ്ഞെടുപ്പ് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ നിരസിക്കും എന്ന് ഭയന്നിട്ടാണല്ലോ ഈ വളച്ചുകെട്ട് മുഴുവൻ നടത്തിയത്. വാസ്തവത്തിൽ മൊത്തത്തിൽ ഇന്നത്തെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവണില്ല. ജമായത്തെ ഇസ്ലാമിയെ പറഞ്ഞപ്പോൾ CPM-നെ പറഞ്ഞാൽ പോലും PM മനോജിന് ഇത്രയും ദേഷ്യം വരില്ല, തല്ലിയില്ലെന്നേ ഉള്ളൂ അടുത്തിരിക്കുന്ന ആളിനെ. ഞാൻ തന്നെ പരിഭ്രമിച്ചു, ഇദ്ദേഹം ജമായത്തെ ഇസ്ലാമിയിൽ ചേർന്നോ, CPM വിട്ടോ, എന്ത് പറ്റിയെന്ന്. പ്രദീപ് ആണെങ്കിൽ പ്രദീപ് ഉദ്ധരിക്കുന്ന പുസ്തകം മാരാർജിയുടെ ആത്മകഥയോ മാരാർജി എഴുതിയതോ അല്ല. കുഞ്ഞിക്കണ്ണൻ മാരാർജിയുടെ ജീവചരിത്രം എഴുതി, ചേറിൽ വിരിഞ്ഞ ചെന്താമര. അതിനകത്തെ ഒരു ഇതാണ് ചാപ്റ്ററാണ് പാഴായിപ്പോയ പരീക്ഷണം. ഇത് അന്ന് ഞാൻ പറയട്ടെ, ഡോക്ടർ മാധവൻകുട്ടി ബേപ്പൂരും അഡ്വക്കേറ്റ് രത്തൻ സിംഗ് വടകരയിലും മത്സരിച്ചു. അതിൽ രഹസ്യം എന്താ? പരസ്യമായിട്ട് പോസ്റ്റർ അടിച്ചല്ലേ അവർ മത്സരിച്ചത്. ഇതിലെന്താന്ന് ഇതാര് നിഷേധിച്ചു? ഇത് എനിക്ക് മനസ്സിലാവണില്ല. 91-ൽ 2 സ്ഥാനാർത്ഥികൾ കോമൺ സ്ഥാനാർത്ഥികളായിട്ട് നിർത്തി. UDF-ഉം BJP അംഗീകരിക്കാൻ എന്താ? സ്ഥാനാർത്ഥിയെ നിർത്തി വോട്ടും വാങ്ങിച്ച് ഞങ്ങൾ തോറ്റുപോയി എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അത് രഹസ്യമാക്കി വയ്ക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ രഹസ്യമാക്കി വയ്ക്കാൻ പറ്റുമോ? അന്ന് അവർ മത്സരിച്ചതല്ലേ, തോറ്റതല്ലേ, 91-ൽ നടന്നതല്ലേ. അത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് എത്ര നടന്നു? അന്നൊന്നുമില്ലാത്ത അപസ്മാര സദൃശ്യമായ ബഹളം ഇപ്പം നടക്കുന്നതിൻ്റെ ഹിക്മത്താണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പം സംഭവം എന്താ? എല്ലാവരും ഭയപ്പെടുന്നു BJP-യെ. നേരത്തെ ഫക്രുദ്ദീൻ പറഞ്ഞ ലോജിക്ക് വെച്ചിട്ട് ഉമ്മൻചാണ്ടിക്ക് ഭയം BJP-യെ, PM മനോജിനും ഭയം BJP-യെ. ഇന്നിപ്പം നിതീഷ് കുമാർ ബീഹാറിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടി ഇവിടം വരെ വന്നിട്ട് ഞാൻ വിചാരിച്ചത് അദ്ദേഹം UDF-ന് അനുകൂലമായിട്ടും LDF-നെതിരായിട്ടും അദ്ദേഹം പ്രസംഗിക്കുന്നത് BJP-ക്കെതിരെ. ദേവഗൌഡ ഇവിടെ നിന്നോ പ്രസ്താവന ഇറക്കുന്നു BJP-ക്കെതിരെ. കുഞ്ഞാലിക്കുട്ടി പറയുന്നു BJP-യാണ് മുഖ്യമന്ത്രി. ഇത്രയും അല്ല, BJP-യാണ് മുഖ്യ ശത്രു. ഇത്രയും കാര്യങ്ങൾ നേരെ ചൊവ്വേ മനസ്സിലാക്കി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ? കേരളത്തിൽ BJP-ക്ക് അനുകൂലമായ വലിയൊരു വോട്ടിംഗ് തരംഗം ഉണ്ടായി വരുന്നു. അതിനെ പ്രതിരോധിക്കാൻ എന്ത് വേണം എന്നറിഞ്ഞുകൂടാതെ പരക്കം പായുന്നു. വായിൽ വന്നതൊക്കെ പ്രസ്താവനയായിട്ട് വിളിച്ചു പറയുന്നു. ഇതാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ 91-ഉമല്ല 96-ഉമല്ല. കൂട്ടുകൂടിയതിൻ്റെ ചരിത്രം പറയാൻ ഞാനൊരു സിമ്പിൾ കാര്യം പറയട്ടെ. 2009-ൽ സിക്കിം തെരഞ്ഞെടുപ്പിൽ സിക്കിമിൽ ഒരു കാര്യം അറിയാം, അവിടെ ഒരു UDF ഉണ്ട്. 10-30 വർഷമായി ആ മനുഷ്യനെ അനക്കാൻ പറ്റിയിട്ടില്ല, പവൻ ചാംലിംഗ് എന്ന് പറഞ്ഞിട്ട്. BJP-യും CPM-ഉം കോൺഗ്രസും ചെയ്തത് കോമൺ സ്ഥാനാർത്ഥിയെ നിർത്തി. ഒറ്റ സീറ്റേ ഉള്ളൂ ലോക്സഭയിലേക്ക് സിക്കിമിൽ. 3 പേരും ചേർന്ന് ആ സ്ഥാനാർത്ഥി നിർത്തി 2009-ലാണ്. എന്നിട്ട് ആ സ്ഥാനാർത്ഥി തോറ്റുപോയി. 3 പേരും കൂടെ പിടിച്ചിട്ടും പവൻ ചാംലിംഗിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല ആ UDF-നെ. ഇതെല്ലാം ഇന്ത്യയിൽ നടക്കുന്ന കാര്യമില്ലേ? ഞങ്ങൾ മുസ്ലിം ലീഗുമായിട്ട് ചേർന്നിട്ടാണ് നാഗ്പൂർ മുനിസിപ്പാലിറ്റി, നാഗ്പൂർ കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുസ്ലിം ലീഗ് അല്ലെന്നേ ഉള്ളൂ, അവിടെ വേറൊരു മുസ്ലിം ലീഗുണ്ട്. മുസ്ലിം ലീഗിനേക്കാൾ വലിയ കൊടി കെട്ടിയ ആൾക്കാരാണ് PDP. അവരുമായിട്ട് ചേർന്നാണ് ഞങ്ങൾ ജമ്മു കാശ്മീർ ഭരിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ പൊളിറ്റിക്കൽ ഐക്യം ഇല്ലയെന്ന് ഈ മാർക്സിസ്റ്റ് പാർട്ടി ഈ വാചകമൊക്കെ അടിക്കുന്നത്. രണ്ടാമത്തെ തവണ 91-ൽ MV രാഘവനെ മാത്രം കഴക്കൂട്ടത്ത് ഒന്ന് തോൽപ്പിച്ച് തരാമോ എന്ന് ചോദിച്ചിട്ട് RSS-നെ അപ്രോച്ച് ചെയ്തതാണ് കോടിയേരി ബാലകൃഷ്ണൻ. ഇതിലൊക്കെ ഇത്ര അത്ഭുതം എന്താ?
ഒരു മുഖ്യശത്രുവിനെ തീരുമാനിക്കുന്നു, അയാളെ തോൽപ്പിക്കാനായിട്ട് മറ്റവരുമായിട്ടൊന്ന് കൂട്ടുകൂടുന്നു, ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നു. ഇത് രാഷ്ട്രീയത്തിലുള്ള സാധനമാണ്. വേറൊരു കുഴപ്പമുണ്ട്. അപ്പൊ അത് 91 നടന്നു, അതുകൊണ്ട് ഇന്ന് നടക്കുന്നു. നിങ്ങൾ തുറന്ന് സമ്മതിക്കും. നിങ്ങൾ തമ്മിൽ ഞാൻ പറയട്ടെ, LDF-ഉം UDF-ഉം തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലേ? മിനിഞ്ഞാന്ന് ടെലഗ്രാഫിന് കൊടുത്ത ഇന്റർവ്യൂവില് യെച്ചൂരി പറഞ്ഞല്ലോ, എന്തിന് കാനൻ രാജേന്ദ്രൻ കൂടെ പറഞ്ഞല്ലോ, ഇന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ, ഒരു ആപൽഘട്ടം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും, BJP-യെ കയറാൻ സമ്മതിക്കില്ല. അതിനർത്ഥം എന്താ? ക്രോസ് വോട്ട് ചെയ്യും എന്നാണ്. ചെയ്യട്ടെ, ഞാൻ വെല്ലുവിളിക്കുന്നു. LDF-ഉം UDF-ഉം ക്രോസ് വോട്ട് ചെയ്യട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ. ധൈര്യമായിട്ട് നിങ്ങൾ അലൈൻ ചെയ്യുന്നു. BJP-യെ തോപ്പിക്കാനല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടെ കൈ കോർത്തിട്ട് ഞങ്ങളെ തോപ്പിക്കുക, കാണട്ടെ. കേരളത്തിലെ ജനം കാണട്ടെ. എന്റെ വെല്ലുവിളിയാണ് PM മനോജ്, എന്റെ വെല്ലുവിളിയാണ്. LDF-ഉം UDF-ഉം ഒരുമിച്ച് BJP-യെ തോൽപ്പിക്കുക, കാണട്ടെ. PM മനോജ് അല്ല, വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം. അല്ല, അദ്ദേഹം പറഞ്ഞത് എല്ലാവരും വിശ്വസിച്ചു. പിന്നെ തോൽപ്പിക്ക് കാണട്ടെ എന്ന് പറഞ്ഞ് ജയിച്ച് നിൽക്കുന്ന ആളുകളാണ്. ഇന്ന് വരെ ഒരു നിയമസഭാ സീറ്റിലും ജയിക്കാത്ത ആളാണ് പറയുന്നത് തോൽപ്പിക്ക് കാണട്ടെ. എവിടെയാണ് തോൽപ്പിക്കേണ്ടത്? ജയിച്ചാലേ തോൽപ്പിക്കാൻ കഴിയുക. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇവർക്കുള്ള ഈ കുഴപ്പം മുസ്ലിങ്ങളെ കണ്ടാൽ മുഹമ്മദ് അഖലാഖാണ് അവർ പിന്നെ കഴിക്കുന്നത് ഗോമാംസമാണെന്ന് പറഞ്ഞ് ഇടിച്ച് കൊല്ലാൻ തോന്നും. ക്രിസ്ത്യാനികളെ കണ്ടു കഴിഞ്ഞാൽ, കന്യാസ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അവരെ ബലാത്സംഗം ചെയ്യാൻ തോന്നും. ഇവരുടെ ചെറിയ ചെറിയ കുഴപ്പങ്ങളേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും മാന്യന്മാരാണ്, നല്ല പെരുമാറ്റമാണ്. TG ഇപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി പക്ഷേ പുതിയ നമ്പർ ഇവരുടെ ഏർപ്പാട് ഇതാണ്. അപ്പോൾ ഒന്ന് മുസ്ലിങ്ങളെ കണ്ടുകൂടാ, ക്രിസ്ത്യാനികളെ കണ്ടുകൂടാ, കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടുകൂടാ, മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാരെയും കണ്ടുകൂടാ. ഉമ്മൻചാണ്ടിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടി ആകുമ്പോൾ ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആവും. പക്ഷേ അപ്പോൾ ഇപ്പം എന്താ ഇദ്ദേഹം ചോദിച്ചെന്നറിയോ? ഞങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയാൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്നാണ് ചോദിച്ചത്. അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഈ കോലീബി സഖ്യം എന്ന് നമ്മളെല്ലാം ഇതുവരെ പറഞ്ഞു. ഒരു ചർച്ചയിൽ സൗകര്യത്തിന് ഞങ്ങൾ നിഷേധിച്ചോ എന്ന് അദ്ദേഹം ചോദിച്ചത്. ഇന്ന് വരെ ഇവരാരും അംഗീകരിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ കോലീബി സഖ്യം ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന്റെ പാർട്ടി ഉണ്ടല്ലോ, BJP എന്ന് പറഞ്ഞ പാർട്ടിയിൽ BJP എന്ന പാർട്ടിയിൽ 3 പേര് അന്വേഷിച്ചു. ആ പാർട്ടിക്കകത്ത്, ആ പാർട്ടി അയ്യപ്പൻ പിള്ള ഉൾപ്പെടെയുള്ള ആളുകൾ അന്വേഷിച്ച് കണ്ടെത്തിയത് PP മുകുന്ദനും അതുപോലെ MS കുമാറും കുറ്റവാളികളാണെന്ന്. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് എഴുതി കൊടുത്തു. ഇവർ ചെയ്തില്ല. ആ PP മുകുന്ദനാണ് ഇപ്പോൾ വീണ്ടും കൊണ്ടുവന്നത്. ഒന്ന്. രണ്ടാമത്, ഇവരെല്ലാ കാലത്തും നടത്തിയിട്ടുണ്ട്. എല്ലാ കാലത്തും, അത് നേർക്ക് നേരെ. ഇപ്പൊ ഉമ്മൻചാണ്ടി അച്യുതാനന്ദൻ പാർട്ടി വിരുദ്ധനാണെന്ന് പറഞ്ഞപ്പോൾ ഇതാണ് ഇവരുടെ ഇവർക്ക് രാഷ്ട്രീയം എവിടെയൊക്കെ തുറന്നു കാണിക്കപ്പെടുന്നുണ്ടോ അപ്പൊ ഇതുപോലത്തെ ബഹളം കൊണ്ടുവരും, അല്ലെങ്കിൽ കത്തിയും വാളും തൃശൂലവും കൊണ്ടുവരും. ഇതാണ് ഇവരുടെ ഇടപാട്. ഈ ഇടപാട് തുറന്നു കാണിക്കുന്ന പക്ഷം ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷം ജയിക്കാതിരിക്കാൻ ഇവർ ഏത് ചെകുത്താനെയും, ഏത് ഞങ്ങളുടെ നാട്ടിൽ പറയും കണ്ടാമാല എന്ന്, ഏത് കണ്ടാമാലയും ഇവർ പിടിച്ചു കൊണ്ടുപോകും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉമ്മൻചാണ്ടിയായിട്ട് ഞാൻ പറയട്ടെ, ഈ ഇപ്പോൾ പ്രാദേശിക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നിങ്ങൾ നോക്ക്. ആ റിസൾട്ടിൽ BJP ജയിച്ച എല്ലാ വാർഡുകളിലും കോൺഗ്രസ് UDF 3-ാം സ്ഥാനത്താണ്. അല്ലാന്ന് ശ്രീ മോഹൻദാസ് പറയോ? എല്ലായിടത്തും ഒന്നും ഇല്ലെന്ന്. ഒന്നോ രണ്ടോ ഒഴിവുണ്ടാവും. അല്ലാതെ തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസിന്റെ വോട്ടാണ് BJP കൊണ്ടുപോയത്. അരുവിക്കരയ്ക്ക് ശേഷമാണ് ഇത് നടക്കുന്നത്. അപ്പോൾ കൃത്യമായി ഇപ്പൊ തന്നെ 70 മണ്ഡലങ്ങളിൽ ഇവർ ധാരണയുണ്ടെന്നാണ് പറയുന്നത്. ഈ കോലീബി സഖ്യം ഞങ്ങൾ ഒന്നിച്ച് മത്സരിച്ചത് നിങ്ങൾക്ക് എന്താണെന്നല്ല ഇപ്പൊ ചോദിച്ചത്. ആ സഖ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് കേരളത്തിന് ആപത്താണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും എതിർക്കുന്നതെന്നല്ല ഇവർ ചോദിക്കുന്നത്. ഇവരുടെ സ്വഭാവം അതാണ്. ഇവരുടെ സ്വഭാവം സാധാരണ മനുഷ്യന്മാരുടേതല്ല, സാധാരണ സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നതല്ല, മറിച്ച് മാനുഷിക വിരുദ്ധമാണ് ഇവരുടെ സ്വഭാവം. ഇവരുടെ രാഷ്ട്രീയം അതാണ്. അതുകൊണ്ടാണ് എല്ലാവരും എതിർക്കേണ്ടി വരുന്നത്. ആ എതിർപ്പ് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ സുധീരനും അതുപോലെ ആന്റണിക്കും ഇത്രയും രൂക്ഷമായി പറയേണ്ടി വരുന്നത്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കച്ചവട രാഷ്ട്രീയം ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ലോ, ഇവിടെ KPCC ആണ് വലുതെന്ന്. KPCC ആണെന്ന് വലുതെന്നുകൊണ്ടാണോ ഈ 5 സ്ഥാനാർത്ഥികളെ, കളങ്കിതരായ സ്ഥാനാർത്ഥികൾ നിർത്താൻ പാടില്ല എന്ന് KPCC പ്രസിഡന്റ് നിർബന്ധം പിടിച്ചു. അപ്പൊ ഉമ്മൻചാണ്ടി എന്താ പറഞ്ഞത്? ഉമ്മൻചാണ്ടി എന്താ പറഞ്ഞത്? ഇവരെ നിർത്തിയില്ലെങ്കിൽ ഞാനങ്ങ് പോകും. എവിടെയാ പോകേണ്ടത്? ഈ മോഹൻദാസിന്റെ കൂടാരത്തിലേക്കാണ് പോകേണ്ടത്. അതായത് ഉമ്മൻചാണ്ടി കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്തുന്നു, ഞാൻ പറയുന്നത് പോലെ നിന്നില്ലെങ്കിൽ, അഴിമതിയുടെ വഴിയിൽ നിന്നില്ലെങ്കിൽ ഞാൻ BJPയിലേക്ക് പോകുമെന്ന്. അത്തരമൊരു രാഷ്ട്രീയം കേരളത്തിലുണ്ട്. അത് കാണാതെ നമ്മൾ ഈ പെരിഫറലായിട്ട് വളരെ ഉപരിപ്ലവമായിട്ട് ചർച്ച നടത്തിയിട്ട് ഒരു കാര്യം വേണുമോഹൻ,
ഈ ഭയം താങ്കൾക്കുണ്ടോ? അദ്ദേഹം അടക്കം ടി ജി അല്ലല്ല, ജയനും പറയുന്നത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. വളരെ ടി ജി ഒക്കെ സൂക്ഷിക്കണമെന്നുള്ള എല്ലാ അല്ല, ഞാൻ പറയുന്നത് ചിരിക്കുകയാണ്. അങ്ങനെ ഒരു എനിക്കറിയില്ല ആ ഒരു ധാരത്തിൽ പറയുമ്പോൾ ഈ ചർച്ച കാണുമ്പോൾ ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് പലയിടത്തും വോട്ട് ചോർച്ച വരുന്നു, അല്ല, ഞാൻ മൂന്നാം ചോദിക്കട്ടെ, സ്ഥാനത്തേക്ക് ഞാനതാ വരുന്നു. ചോദിക്കുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി പറയുന്നു, ഇന്ത്യയിൽ ഉമ്മൻചാണ്ടി ഒരു നിലപാട് പറയുന്നു, താങ്കൾ പറയുന്നു KPCC പ്രസിഡന്റാണ് ഒരു നിലപാട് പറയേണ്ടത്, KPCC പ്രസിഡന്റ് ഹൈജാക്ക് ചെയ്ത് ഉമ്മൻചാണ്ടി പറയുന്നു. കോൺഗ്രസിന്റെ അകത്താകെ ഒരു എതിരാളികളെ കോൺഗ്രസിന്റെ നേതാവ് സോണിയാഗാന്ധിയെ ജയിലിൽ കയറ്റുവാൻ വേണ്ടിയുള്ള കള്ളക്കളികൾ നടത്തുവാൻ സുബ്രഹ്മണ്യ സ്വാമിയെ പോലുള്ളവരെ രംഗത്ത് അടിച്ചു വിട്ടേക്കു എന്നത് BJP അല്ലയോ? BJP നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയാം, PN മനോജ് ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളൊരു കാര്യം പറയാം, 1984 നവംബർ 15-നും ഡിസംബർ 10-നും ഇടയ്ക്കുള്ള പത്രങ്ങൾ വായിക്കുമ്പോൾ അന്നത്തെ BJPയുടെ ദേശീയ പ്രസിഡന്റ് AB വാജ്പേയിക്ക് അനുകൂലമായി CPM-ന്റെ സ്ഥാനാർത്ഥിയെ ഗ്വാളിയറിൽ നിന്നും പിൻവലിച്ച ചരിത്രമുണ്ട്. എന്നാണ് BJPയും ഏതൊക്കെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ 1991 കോലീബി സഖ്യം എന്ന് പറയുന്നത് ചരിത്ര വിദ്യാർത്ഥികളോട് നിങ്ങൾ പറയരുത്, കോൺഗ്രസ്സുകാരോട് പറഞ്ഞു. എനിക്കൊരു സംശയം ചോദിച്ചോട്ടെ. കാരണം ഇപ്പൊ താങ്കൾ പറഞ്ഞു ഈ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അങ്ങനെയാണെങ്കിൽ താങ്കൾ സൂക്ഷിക്കേണ്ട അതാണ് ഞാൻ പറയാൻ വരുന്നത്. ഞാൻ പറഞ്ഞോട്ടെ, അതായത് താങ്കൾ ഇപ്പോൾ അപകടം മണക്കുന്നുണ്ട്. ഏതാണ്? സോണിയാഗാന്ധിയെയും അടക്കം കൽത്തുറങ്കിൽ അടക്കാൻ വേണ്ടി പറയുന്ന കേൾക്കൂ. ആദ്യം ഉത്തരം പറയുന്നതിന് മുമ്പ് ദയവായി. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപകടമാണ് പറയുന്നത്. താങ്കൾ പറയുന്നു ഇവരെല്ലാം അകത്താക്കാൻ നിൽക്കുകയാണ്. പരീക്കറാണോ പറഞ്ഞത്? ബൊഫോഴ്സ് പോലെ ഞങ്ങൾ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് വിടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ വേണുമോഹൻ ഈ ഉമ്മൻചാണ്ടിയും VM സുധീരനും അതോടൊപ്പം AK ആന്റണിയൊക്കെ വിരുദ്ധ നിലപാടുകൾ എടുക്കുമ്പോൾ നേതാക്കൾ മനസ്സിലാക്കില്ല മണ്ഡലങ്ങളിൽ BJP ആയിട്ട് മത്സരം ഞാൻ പറയാം. കോൺഗ്രസ് എന്ന് പറഞ്ഞ ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ അടക്കമുള്ള ന്യൂനപക്ഷ സംരക്ഷണ പാർട്ടിയാണ്. സച്ചാർ കമ്മിറ്റി കൊണ്ടുവന്നത് ആ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മുസ്ലിങ്ങളാണെന്നും അതിലൊന്ന് പശ്ചിമ ബംഗാളിൽ LDF ഭരിക്കുന്ന സ്ഥലത്താണെന്നും വന്നതുകൊണ്ടാണ് പശ്ചിമ ബംഗാളിലൊക്കെ അതെല്ലാം നിൽക്കുമ്പോഴേ പറയുമ്പോൾ സച്ചാർ കമ്മിറ്റി അടക്കം പറയുമ്പോൾ താങ്കൾ സച്ചാർ കമ്മിറ്റി പറഞ്ഞതുകൊണ്ട് എന്നെ അതിലേക്ക് വലിച്ചഴച്ചതാണ്. 1990 നവംബർ 7 ലോക്സഭയിലെ വിശ്വാസ വോട്ട് നടന്നു. ചരിത്രം ഒരുപക്ഷെ പറഞ്ഞോട്ടെ, 90 നവംബർ 7 അന്ന് പ്രധാനമന്ത്രി VP സിംഗ് ആയിരുന്നു. അന്നത്തെ കണക്കുകൾ എന്ന് പറഞ്ഞാൽ വിശ്വാസ വോട്ട് നേടാൻ രാഷ്ട്രപതി വെങ്കട്ടരാമനായിരുന്നു. ലോക്സഭയിലെ കക്ഷി നില കോൺഗ്രസ് 197, ജനതാദൾ 79, BJP 85, CPIM 33. വിശ്വാസ വോട്ടിനെ അനുകൂലിച്ചവർ 152, എതിർത്തവർ 356. തുടർന്ന് VP സിംഗിന് സർക്കാരിന് രാജിവെക്കേണ്ടി വന്നു. താങ്കൾ പറഞ്ഞ അന്ന് നടന്ന എന്താ വിഷയം എന്നറിയാമോ? കേൾക്കൂ. താങ്കൾ ബഹളം വെക്കാതിരിക്കും. ഒന്നിൽ താങ്കൾ ബഹളം വെക്കാൻ എനിക്ക് ഭയങ്കര പറഞ്ഞോട്ടെ. ഈ കാര്യം വരുമ്പോൾ അന്ന് ഈ വിഷയം എന്തായിരുന്നു എന്നറിയാമോ? താങ്കൾ സച്ചാർ കമ്മിറ്റി അടക്കം പറയുമ്പോൾ രാമജന്മഭൂമി വിഷയമാണല്ലേ PM മനോജ് ആ സന്ദർഭത്തിൽ ഉയർത്തുന്നത്? യെസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇദ്ദേഹം പറയുന്നത് ക്ലാരിഫൈ ചെയ്യുക. PM മനോജ് ജനതാദൾ BJP സഖ്യത്തിലാ VP സിംഗ് പ്രധാനമന്ത്രിയായത്. 3 പേരുടെ രഥയാത്ര നടത്തി ബീഹാറിൽ തടഞ്ഞു. ആ തടഞ്ഞതിന് ശേഷം BJP അത് ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ തടയുമെന്ന്. അതോടെ BJP പിന്തുണ പിൻവലിക്കുന്ന അവസ്ഥ വന്നു. അപ്പൊ ചാടി വീണ് BJPയോടൊപ്പം കോൺഗ്രസ്സുകാര് BJP അല്ല, മന്ത്രിസഭ ഉണ്ടാക്കിയത് കോൺഗ്രസും ഈ 300 നിങ്ങൾ ഒന്നിച്ച് മത്സരിച്ചു. BJP CPM ജനതാദൾ ഒന്നിച്ച് മത്സരിച്ചു. ഹണിമൂൺ തീർന്നപ്പോൾ ഞങ്ങൾ ശബ്ദം കുറയ്ക്കോ. ഒറ്റ കാര്യം, BJPയും കോൺഗ്രസും ഒന്നിച്ചായിരുന്നു വോട്ട് ചെയ്തത്? അല്ല,
അല്ല അല്ലേ? ചരിത്രപരമായി അത് തെറ്റാണ്. അതെങ്ങനെ തെറ്റാണ്? അത് നിങ്ങൾ അങ്ങനെ പറയാം. നിങ്ങൾ കോൺഗ്രസ്സുകാർ വന്നിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു ഈ 300 ചരിത്ര വിദ്യാർത്ഥികളോട് പറയരുത്. അല്ല. ആ മന്ത്രിസഭയിൽ ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു. ഒരു കോളേജ് അധ്യാപകൻ ഞാൻ ഒരു പ്രതിപക്ഷത്തായിരുന്നു. ഉത്തരം പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ 385 അല്ലേ പറഞ്ഞത്? അതെ. അതിൽ കോൺഗ്രസിന്റെ വോട്ടുണ്ടോ? ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന സംഘടന എന്നുള്ള നിലയിൽ സർക്കാർ ഭരിക്കാൻ വന്നത് ബി ജെ പി ജനതാദൾ CPM സംഘടന അധികാരത്തിൽ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ VP സിംഗിനെ കയറ്റിയതും തകർത്തതും നിങ്ങളെല്ലാം തമ്മിൽ. അത്താഴ വരുന്ന ആരൊക്കെയായിരുന്നു? ജ്യോതിബാസു, EMS, വാജ്പേയി, അദ്വാനി, VP സിംഗ് കൂടെ ആയിരുന്നു. കോൺഗ്രസിന് അതിന്റെ പേര് പറയാതെ. അല്ല, ഈ ചോദ്യത്തിന് ഒരു ഉത്തരം. ഈ 356 അതിൽ അങ്ങയുടെ പാർട്ടിയുടെ വോട്ട് ഉണ്ടായിരുന്നു? വിശ്വാസ വോട്ട് തേടിയപ്പോൾ വിശ്വാസ വോട്ടിന് കൈ. ഫക്രുദ്ദീൻ പറയൂ. എനിക്ക് ഇതിൽ എന്താ പ്രശ്നം അറിയോ? ചേട്ടൻ ഞങ്ങൾ ഒരുമിച്ച് സെമിനാറിനൊക്കെ പോകാറുണ്ട്. ആദ്യമായിട്ട് എത്ര സൗണ്ട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ എനിക്കൊന്നും വലിയ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിണ്ടാതില്ല. 3-4 കാര്യങ്ങൾ പറയണം. ഒന്നാമത് മോഹൻദാസ് നേരത്തെ പറഞ്ഞു, ഫക്രുദ്ദീൻ പറഞ്ഞ പോലെ എന്താണ് ഈ BJP കയറി വരുന്നത്. അതുകൊണ്ടല്ല, LDF കയറി വരുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് പേടിയാവുന്നു. ഉമ്മൻചാണ്ടിക്ക് ഒരു പ്രശ്നമുണ്ട്. കർണാടകയ്ക്ക് BJP ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ കർണാടക അവസാനം ജയിപ്പിക്കൽ. ഉമ്മൻചാണ്ടിക്ക് അതല്ല, ആരെ ജയിപ്പിച്ചാലും ആരെ തോൽപ്പിച്ചു കഴിഞ്ഞാലും മൂപ്പർക്ക് അധികാരത്തിലിരിക്കണം. അത്ര മാത്രമേ മൂപ്പർക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് മൂപ്പരെ BJPന്റെ ഒരു കാർഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് BJP നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാണ് എന്നുള്ള മൈനോറിറ്റിനോട് ചോദിക്കുന്നു. അതെന്നെ കമ്മ്യൂണലാണ്, അങ്ങനെ ചോദിക്കാൻ പാടില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ വോട്ടെടുപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ വോട്ടെടുപ്പിന് എന്താ സംഭവിച്ചത്? അന്ന് പിന്നെ ഒരു സെക്കൻഡ് പറയൂ മോഹൻദാസ്. അല്ല, ഞാൻ ഇതുവരെ സംസാരിച്ചില്ല മോഹൻദാസ്. ഞാൻ കഴിഞ്ഞിട്ട് സംസാരിച്ചോ? അല്ല, ഇതേ കാര്യം LDFും ചെയ്യാറില്ലേ? എന്താണ്? ആയിക്കോട്ടെ. അല്ല, ഇതേ കാര്യം ഇപ്പൊ ഈ ഉമ്മൻചാണ്ടി ന്യൂനപക്ഷങ്ങളെ പേടിപ്പിക്കുന്നു. ഇതേ കാര്യം LDFും ചെയ്യാറുണ്ട്. BJP വരുന്നു സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് വർഗീയ ഫാസിസത്തിനെതിരെ അത് പിന്നെ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും അത് സലഫിസ്റ്റുകളാണെങ്കിലും അത് RSS ആണെങ്കിലും അതിശക്തമായ നിലപാടെടുക്കാറുണ്ട്. അത് എന്റെ ഒക്കെ കുട്ടിക്കാരൻ തൊട്ട് ആ നിലപാട് കേട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ കോൺഗ്രസ് ഞാൻ ഇടതുപക്ഷക്കാരനായി മാറിയത്. അപ്പോൾ അത്തരം നിലപാടുകൾ അന്നേ ഉണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതല്ല. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എടുത്തുമ്പോൾ അവർ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കും, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ദളിതരെ സംരക്ഷിക്കും, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ബ്രാഹ്മണനെ സംരക്ഷിക്കും, വേണം മോഹൻദാസിനെ സംരക്ഷിക്കും. അതാണ് പ്രശ്നം. ഇടതുപക്ഷത്തിൻ്റെത് കൺസിസ്റ്റന്റ് ആയ നിലപാടാണ്. ഇടതുപക്ഷത്തിന്റെ കൺസിസ്റ്റൻസിയാണ്. കോൺഗ്രസിന് ഈ ഒരു കാര്യത്തിൽ എന്തൊക്കെ അവകാശപ്പെടാനുണ്ടെങ്കിൽ നെഹ്റുവാണ്. നെഹ്റു ഇടതുപക്ഷക്കാരായിരുന്നു കോൺഗ്രസിൽ. അതാണ് അതിന്റെ വ്യത്യാസം. അല്ല, ഈ VP സിംഗിന്റെ മന്ത്രിസഭ ഉണ്ടായത് മന്ത്രിസഭ എന്താ VP സിംഗിന്റെ മന്ത്രിസഭ ചരിത്രം പറഞ്ഞല്ലോ. ഇവിടെ അഡ്വാനിയുടെ രഥയാത്ര തടഞ്ഞതിന്റെ പരമായിട്ട് ചേട്ടാ കോണ്ടക്സ്റ്റ് പഠിക്കണം. അതല്ല ചരിത്രത്തിൽ പ്രദീപ് പറഞ്ഞ ആ കോണ്ടക്സ്റ്റ് പഠിക്കണം. ആ കോണ്ടക്സ്റ്റ് അന്ന് ഇടതുപക്ഷത്തിന്റെ കൂടെ ആയിരുന്നു ലാലു, അല്ലായിരുന്നോ? അപ്പോൾ ഇടതുപക്ഷമാണ് റെസിസ്റ്റ് ചെയ്തത്. അന്ന് എന്നിട്ട് ആ ഗവൺമെന്റ് ആ സമയത്ത് ഇന്ത്യ സെക്യുലറിസത്തോട് എന്തെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെന്റ് അന്ന് കോൺഗ്രസിന് ഉണ്ടായിരുന്നുവെങ്കിൽ എന്താ ചെയ്യേണ്ടത്? VP സിംഗിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത്. കേസ് കൊണ്ടുവന്നു. അപ്പൊ രാജീവ് ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും കള്ളങ്ങൾ പിടിച്ച VP സിംഗിനെ എങ്ങനെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുക? കഴിയില്ല. രാഷ്ട്രീയപരമായ ചർച്ച അത് ഏറ്റവും ചൂടായി നിലനിൽക്കുമ്പോൾ തന്നെ ഒരു ചർച്ചയിൽ PM മനോജ്, TG മോഹൻദാസ്, ഡോക്ടർ വേണുമോഹൻ, ഫക്രുദ്ദീൻ, സമയത്തിന്റെ പരിമിതിയുണ്ട്, അതുകൊണ്ട് ഷോ വൈൻഡപ്പ് ചെയ്യുക എന്നുള്ളത് എന്റെ ധർമ്മവും. അവിടെ ഇന്ന് ഏറ്റവും ചർച്ചയായിട്ടുള്ളത് വളരെ ശക്തമായ നിലപാടുകൾ 3 പാർട്ടികളും സ്വീകരിക്കുമ്പോൾ ചരിത്രത്തിനെ കൂട്ടുപിടിച്ച് ഫക്രുദ്ദീനും പറയുമ്പോൾ ചരിത്രവും യാഥാർത്ഥ്യവും അത് കൂട്ടിച്ചേർക്കുക ഏതൊരു ജനാധിപത്യ ക്രമത്തിലും അവിടുത്തെ ജനാധിപത്യ വിശ്വാസികളുടെ നിലപാടാണ്. ആ നിലപാടിൽ ഈ ചർച്ച എന്ത് മുന്നോട്ട് കൊണ്ടുവച്ചു അത് പ്രേക്ഷകർക്ക് സമർപ്പിച്ചുകൊണ്ട് പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.